വോട്ടുകോഴ ആരോപണം ശോഭാ സുരേന്ദ്രന്റെ മൊഴി രേഖപ്പെടുത്തി RDO. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ വോട്ടുകോഴ ആരോപണത്തിൽ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ മൊഴി രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷനു വേണ്ടി പാലക്കാട് RDO ആണ് മൊഴിയെടുത്തത്. കണ്ണാടി പഞ്ചായത്തിലെ തരുവാക്കുറിശ്ശിയിൽ വോട്ടർക്ക് പണം നൽകിയെന്ന കോൺഗ്രസ് ആരോപണത്തിന് പിന്നാലെയാണ് നടപടി. ആരോപണങ്ങൾ ശോഭാ സുരേന്ദ്രൻ പൂർണ്ണമായും നിഷേധിച്ചു. കണ്ണാടി പഞ്ചായത്തിലെ ഒരു വീട്ടിലെ വൃദ്ധയ്ക്ക് BJP പ്രവർത്തകർ പണം നൽകുന്നു എന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ശോഭാ സുരേന്ദ്രൻ വോട്ട് ചോദിച്ചു മടങ്ങിയ ഉടനെ കൂടെയുണ്ടായിരുന്ന സിമി സജീവ് വൃദ്ധയുടെ കയ്യിൽ പണം നൽകിയെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇതിന്റെ CCTV ദൃശ്യങ്ങളും പ്രവർത്തകർ ചിത്രീകരിച്ച വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. മെഡിക്കൽ വിദ്യാർത്ഥി കെട്ടിടത്തിൽ നിന്നും വീണ് മരിച്ച നിലയിൽ തിരുവനന്തപുരം സ്വദേശി നിതിൻ രാജാണ് മരിച്ചത്. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയാണ്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. വിദ്യാർത്ഥി കെട്ടിടത്തിന് മുകളിലേക്ക് എത്തിയ സാഹചര്യം ഉൾപ്പെടെ പരിശോധിക്കുകയാണ്. ഫോൺ രേഖകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റും. മുഖ്യമന്ത്രി എറണാകുളത്ത് നിന്നാകുമെന്നുള്ള DCC പ്രസിഡന്റ് മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം തള്ളി കായംകുളം UDF സ്ഥാനാർത്ഥി M. ലിജു. ഷിയാസിന്റേത് വ്യക്തിപരമായ അഭിപ്രായമാണ്. മുഹമ്മദ് ഷിയാസ് എറണാകുളം DCC പ്രസിഡന്റ് ആയതിനാൽ അഭിപ്രായത്തിന് പിന്നിൽ പ്രാദേശികമായ വികാരമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടാകാം അവിടെ നിന്ന് മുഖ്യമന്ത്രി വേണമെന്ന് പറഞ്ഞത്. അത് വ്യക്തിപരമായ അഭിപ്രായമായി കണ്ടാൽ മതി. തീരുമാനം ഹൈക്കമാൻഡ് പറയും. ആരാണ് മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡ് ആണെന്നും M. ലിജു പ്രതികരിച്ചു. ശ്രീനന്ദയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. കുടുംബത്തിന്റെ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കും. കുടുംബത്തോടൊപ്പമുള്ള യാത്രക്കിടെ കാണാതായ പാലക്കാട് സ്വദേശിനി ശ്രീനന്ദയുടെ മൃതദേഹം ചിക്കമംഗളൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നുണ്ടാകും. 2 ഡോക്ടർമാരെ ഇതിനായി നിയോഗിച്ചു. ബന്ധുക്കളുടെയും കേരള പോലീസിന്റെയും സാന്നിധ്യത്തിലാണ് പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പൂർണ്ണമായും ചിത്രീകരിക്കുക. കുടുംബത്തിന്റെ ആരോപണങ്ങളെക്കുറിച്ചും അന്വേഷണം ഉണ്ടാകും. മാണിക്യധാര വ്യൂ പോയിന്റിന് താഴെ ഭാഗത്തെ താഴ്വാരത്താണ് മൃതദേഹം കണ്ടെത്തിയത്. 1500 അടി താഴ്ചയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. തെരച്ചിൽ ഊർജിതമല്ലെന്നാരോപിച്ച് കുടുംബം ഇന്ന് രംഗത്തെത്തിയിരുന്നു. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയോ എന്ന സംശയവും മാതാപിതാക്കൾ പങ്കുവച്ചിരുന്നു. KSRTCയുടെ ഉത്തരവ് റദ്ദാക്കി സുപ്രീം കോടതി. സർവീസിലുള്ളവർക്കും വിരമിച്ചവർക്കും വ്യത്യസ്ത ക്ഷാമബത്ത നിരക്കുകൾ പ്രഖ്യാപിച്ച് KSRTCയുടെ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. വ്യത്യസ്ത ക്ഷാമബത്ത നിരക്കുകൾ ഏകപക്ഷീയമാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ജസ്റ്റിസുമാരായ മനോജ് മിശ്ര, PB ബരാലെ എന്നിവർ അടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. വ്യത്യസ്ത ക്ഷാമബത്ത നിരക്കുകൾ പ്രഖ്യാപിച്ച KSRTCയുടെ ഉത്തരവ് നേരത്തെ കേരള ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഇതിനെ ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാരും KSRTCയുമാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ക്ഷാമബത്ത വിതരണം നയപരമായ വിഷയമാണെന്നും അതിൽ തീരുമാനമെടുക്കാൻ KSRTCക്ക് അധികാരമുണ്ടെന്നുമായിരുന്നു സംസ്ഥാന സർക്കാർ വാദം. എറണാകുളം പിറവത്ത് ഇന്ന് പ്രവർത്തനം ആരംഭിച്ച ആശീർവാദ് സിനിമാ കോംപ്ലക്സിൽ തീപിടുത്തം. പ്രദർശനം നടക്കവേ രാവിലെ 11ഓടെയാണ് തീപിടുത്തമുണ്ടായത്. ആളുകൾ ഇറങ്ങി ഓടിയതോടെ പ്രദർശനം നിർത്തിവെച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് അഗ്നിബാധയ്ക്ക് കാരണമായതെന്ന് പ്രാഥമിക നിഗമനം. വാഴ 2 പ്രദർശനത്തിനിടെയാണ് സംഭവം. തിയേറ്ററിൽ നിന്നും പുകയുയരുന്നത് കണ്ട കാണികൾ പുറത്തേക്ക് ഇറങ്ങി ഓടി. ഇതോടെ കോംപ്ലക്സിനുള്ളിലെ എല്ലാ തിയേറ്ററുകളുടെയും പ്രവർത്തനം നിർത്തിവെക്കുകയായിരുന്നു. ചൂരൽമല ദുരന്തം. വീടിനായുള്ള ശ്രുതിയുടെ അപേക്ഷ തള്ളി മന്ത്രിസഭ. വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ട് മാതാപിതാക്കളെയും സഹോദരിയെയും വീടും നഷ്ടപ്പെട്ട ശ്രുതി സർക്കാർ ടൗൺഷിപ്പിൽ വീട് ആവശ്യപ്പെട്ട് നൽകിയ അപേക്ഷ മന്ത്രിസഭ തള്ളി. കോൺഗ്രസ് ശ്രുതിക്ക് വീട് നൽകാതെ കബളിപ്പിച്ചെന്ന CPM വയനാട് ജില്ലാ സെക്രട്ടറി K. റഫീഖും ശ്രുതിക്ക് ആദ്യം വീട് വെച്ചു കൊടുത്ത ശേഷം കോൺഗ്രസ് 5ന ഗ്യാരണ്ടിയെക്കുറിച്ച് സംസാരിക്കട്ടെ എന്ന് മുഖ്യമന്ത്രിയും കഴിഞ്ഞ ദിവസം രൂക്ഷമായി വിമർശിച്ചിരുന്നു. എന്നാൽ ശ്രുതിയുടെ അപേക്ഷ പരിഗണിച്ച് അവർക്ക് വീട് നൽകാമെന്ന് ചീഫ് സെക്രട്ടറി ശുപാർശ ചെയ്തിട്ടും നൽകേണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തത്. ഷാനിമോൾ ഉസ്മാനെതിരെ കേസെടുത്ത് പോലീസ്. പോളിംഗ് ബൂത്തിൽ നിരോധന ഉത്തരവ് ലംഘിച്ചതിനെ തുടർന്ന് അരൂരിലെ UDF സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനെതിരെ കേസെടുത്ത് പോലീസ്. പോളിംഗ് സമയം കഴിഞ്ഞ ശേഷം ബൂത്തിൽ കയറാൻ ആർക്കും അനുവാദമില്ല എന്ന തിരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചതിനാണ് നടപടി. ഷാനിമോൾ ഉസ്മാനെ പെരുമ്പളം സർക്കാർ സൗത്ത് LP സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനുള്ളിലേക്ക് കടത്തിവിടാത്തതിനെ ചൊല്ലി സംഘർഷമുണ്ടായിരുന്നു. പോളിംഗ് സമയത്തിന് ശേഷം പോളിംഗ് ബൂത്തിൽ കയറാൻ അനുവദിക്കാത്തതിനെ തുടർന്ന് ഷാനിമോൾ ഉസ്മാൻ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. UDF
UDFന് ഭൂരിപക്ഷം ലഭിച്ച് 5 മിനിറ്റിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ്. അരമണിക്കൂർ ചർച്ച ചെയ്യാനുള്ള അവസരം പോലും മാധ്യമങ്ങൾക്ക് നൽകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഉയർന്ന പോളിംഗ് SIR കാരണമല്ല, സർക്കാർ മാറണമെന്ന് തീരുമാനിച്ച ജനങ്ങളുടെ വിധിയെഴുത്താണെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണവിരുദ്ധ വികാരം തെളിഞ്ഞുവെന്നും കുണ്ടറയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തിൽ താൻ വിജയിക്കുമെന്നും PC വിഷ്ണുനാഥ്. വോട്ടെണ്ണൽ നടക്കാനിരിക്കുന്ന മെയ് 4 വരെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് കാവൽ നിൽക്കാൻ കോൺഗ്രസ് തീരുമാനം. യന്ത്രങ്ങളുടെ വിശ്വാസ്യതയെ ചൊല്ലിയുള്ള ചർച്ചകൾ ശക്തമായ സാഹചര്യത്തിലാണ് ഈ നീക്കം. കാവലിന് നിയോഗിക്കപ്പെടുന്ന പ്രതിനിധികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർ റിട്ടേണിംഗ് ഓഫീസർമാർക്ക് കത്തുകൾ നൽകി. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി K ജയന്തിന്റെ ഇലക്ഷൻ ഏജന്റ് ജെയ്സൺ ജോസഫ് അപേക്ഷ നൽകിയതിന് പിന്നാലെ എല്ലാ മണ്ഡലങ്ങളിലും സമാന നടപടി സ്വീകരിക്കാൻ പാർട്ടി നിർദ്ദേശം നൽകി. വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്നത് സ്ഥാനാർത്ഥികളുടെയും അവരുടെ പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ നടത്തണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെയും കോൺഗ്രസ് ഇത്തരത്തിൽ കാവലേർപ്പെടുത്തിയിരുന്നു.